സ്പാർക്കിന്റെ കരാട്ടെ ക്ലാസ് ഒന്ന് കണ്ടത്. എൻ്റെ പേര് വിനുമോൻ എന്നാണ്. ഞാൻ ആക്ച്വലി 22 വർഷത്തോളം ഞാൻ ഇവിടെ കരാട്ടെ പഠിച്ചിട്ടുണ്ട്. എൻ്റെ ഒരു 12ാമത്തെ വയസ്സിലാണ് ഞാൻ അവിടെ വന്ന് ചേരുന്നത്. സെൻസൈ സ്പാർക്ക് ഡേവിഡിൻ്റെ ശിഷ്യനായിട്ടാണ് ആദ്യമായിട്ട് ഞാൻ കരാട്ടയിൽ വന്ന് ചേരുന്നത്. ഇപ്പം എനിക്ക് 48 വയസ്സായി ആക്ച്വലി. ഓക്കെ, അപ്പോൾ അത്രയും ലോങ് ആയിട്ടുള്ളൊരു പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇടയ്ക്ക് വെച്ചൊരു ബ്രേക്ക് വന്നെങ്കിൽ പോലും ഇതിൻ്റെ ഒരു മഹത്വം തിരിച്ചറിഞ്ഞ് ഞാൻ പിന്നീട് രണ്ടാമത് വന്നതിൽ ജോയിൻ ചെയ്യണമായിരുന്നു. ബ്ലാക്ക് ബെൽറ്റ് ഞാൻ 99-ലെടുത്താണ് ശരിക്കും. ഇതിൻ്റെ ഒരു മഹത്വം തിരിച്ചറിഞ്ഞിട്ടാണ് തിരിച്ച് ഇതിലോട്ട് ഞാൻ വന്നത്. സെൻസൈ കുപ്പുസ്വാമിയുടെ ശിഷ്യനാണ് സെൻസൈ സ്പാർക്ക് ഡേവിഡ്. അപ്പോൾ സെൻസൈക്ക് 40-45 വർഷത്തോളത്തെ എക്സ്പീരിയൻസ് ഉള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ അന്നൊക്കെ ഇവിടെ കരാട്ട ക്ലാസ് അധികം ഇല്ല, വളരെ ചുരുങ്ങിയ കരാട്ട ക്ലാസ് 1-2 എറണാകുളം ഡിസ്ട്രിക്റ്റിൽ തന്നെ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഇവിടെ ഐലൻഡ് ക്ലബ്ബിൽ സെൻസൈ ക്ലാസ് തുടങ്ങിയ സമയത്ത് ആദ്യകാല സ്റ്റുഡൻസിൽ ഒന്നായിട്ട് വന്ന് ചേരാനുള്ള ഒരു ഭാഗ്യം ഞങ്ങൾക്ക് കിട്ടിയത്. വന്നു തുടങ്ങിയ സെൻസൈയുടെ ഓരോ രീതിയിലുള്ള ഉപദേശങ്ങളും അതേപോലെ കരാട്ടയുടെ പറ്റിയുള്ള ഓരോ ക്വാളിറ്റിയും നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരുമായിരുന്നു. ഉദാഹരണത്തിന് മദ്യപാനം, അതേപോലെ തന്നെ സിഗരറ്റ് വലിയ അങ്ങനെയുള്ള ദുശീലങ്ങളിൽ നിന്നൊക്കെ മാറി ഒരു നല്ലൊരു ജീവിതം, ഹെൽത്തി ആയിട്ടുള്ള ജീവിതം. അതോടൊപ്പം തന്നെ നമുക്ക് കരാട്ടെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് പല പല ഗുണങ്ങൾ കിട്ടുന്നുണ്ട്. പ്രത്യേകിച്ച് മെൻ്റൽ പവർ, പിള്ളേർക്കൊക്കെ മെൻ്റൽ പവർ, അതേപോലെ മെമ്മറി പവർ, അതേപോലെ ഒരു സെൽഫ് കോൺഫിഡൻസ്, അതേപോലെ ഒരു സ്റ്റേച്ചർ, എൻ്റർ പേഴ്സണാലിറ്റി ചേഞ്ച് ആവും. ഒരു 1 to 2 ഇയേഴ്സ് കറക്റ്റായിട്ടുള്ള പ്രാക്ടീസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ എൻ്റർ പേഴ്സണാലിറ്റി നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. പിന്നെ ഡിസിപ്ലിൻ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരു കുട്ടിയുടെ ഇതിൽ. അത് വളരെ രീതിയിൽ നമുക്ക് ഈ കരാട്ടയിൽ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട്. അതേപോലെ ഹാർഡ് വർക്ക് ചെയ്യാനുള്ള ഒരു മെൻറ്റാലിറ്റി, അതും ഇതിൽ നിന്ന് നമുക്ക് നേടാവുന്നതാണ്. കാര്യം ഇതൊക്കെ ഒരു പ്രൈസ്ലെസ് ആയിട്ടുള്ള ക്വാളിറ്റീസാണ് ഇതിൻ്റെ. നമുക്കത് പറഞ്ഞ് മനസ്സിലാക്കാൻ അത് സെൽഫ് എക്സ്പീരിയൻസ് ചെയ്യേണ്ട കേസാണ്. കാരണം വിദേശ രാജ്യങ്ങളിലൊക്കെ, ജപ്പാൻ അതേപോലെ രാജ്യങ്ങളിലൊക്കെ ഇത് കമ്പൽസറിയാണ്. ഒരു പ്രത്യേക ഏജ് വരെ ഇത് കമ്പൽസറി ആയിട്ട് കൊടുക്കുകയാണ്. ബിക്കോസ് ദേ വാണ്ട് അവരുടെ ഒരു യുവതലമുറ അവരെ ഒരു സ്റ്റേച്ചറാക്കി എടുക്കണം അവരെ. ഞാൻ 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഇവിടെ കരാട്ടയ്ക്ക് വന്ന് ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ അച്ഛനും സ്പാർക്ക് സാറും ഒരുമിച്ച് പഠിച്ചാണ്. അപ്പോൾ ആ ഒരു ബേസിലാണ് എന്നെ കരാട്ടയ്ക്ക് കൊണ്ടുവന്ന് ചേർത്തത്. ഇത് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ കരാട്ടയിൽ വന്നുകൊണ്ട് മാത്രമാണ് ഞാൻ മറ്റ് ദുശീലങ്ങളിലൊന്നും ചെന്ന് പെടാതിരുന്നത്. ചെറുപ്പം തൊട്ടേ സെൻസായപ്പോഴും ക്ലാസ്സിൽ വരുമ്പോൾ പറയും മദ്യപിക്കരുത്, പുകവലിക്കരുത്. അപ്പോൾ അത് ചെറുപ്പം തൊട്ടേ കേട്ട് പിന്നെ ആ ദുശീലങ്ങളിൽ ചെന്ന് പെട്ടില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് കൂട്ടുകാർ കുറവാണ്. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളും ഡെയിലി പ്രാക്ടീസ് ചെയ്യാൻ നോക്കുക കരാട്ടെ. എൻ്റെ പേര് ടിൻസി എന്നാണ്. ഞാൻ സ്കൂളിൽ വർക്ക് ചെയ്യുന്നു, ടീച്ചറായിട്ട് വർക്ക് ചെയ്യുകയാണ്. ആക്ച്വലി എൻ്റെ 3ാം ക്ലാസ്സിൽ ഞാൻ പഠിക്കുമ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് കരാട്ടയിൽ ജോയിൻ ചെയ്യുന്നത്. എൻ്റെ അങ്കിൾ ഉണ്ടായിരുന്നു, ജോളി എന്ന പേര്. അങ്കിൾ വഴിയായിട്ടാണ് ഞാനിവിടെ ഫസ്റ്റ് ടൈം ജോയിൻ ചെയ്യുന്നത്. പക്ഷേ 2 ഇയേഴ്സ് പഠിച്ചിട്ട് പെട്ടെന്നൊരു ബ്രേക്ക് വന്ന് ചില പ്രത്യേക സാഹചര്യങ്ങൾ എനിക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല. ആഫ്റ്റർ എ ലോങ് ബ്രേക്ക് 20 ഇയേഴ്സ് കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ കരാട്ടയിൽ പിന്നെ ജോയിൻ ചെയ്യുന്നത്. ഇപ്പം ഞാൻ ബ്ലാക്ക് ബെൽറ്റ് എടുത്തു. ലാസ്റ്റ് ഇയർ ബ്ലാക്ക് ബെൽറ്റ് ആയി. കരാട്ടെ പഠിക്കുന്നതിലൂടെ നമുക്ക് ബോഡി ഫിറ്റ് ആവുന്നത് മാത്രമല്ല ഒരു സെൽഫ് ഡിഫെൻസും കൂടിയാണ്. ഇന്നത്തെ കാലത്ത് പെൺകുട്ടികളും ആൺകുട്ടികളും ഒരേപോലെ ഇതിൽ മോർ ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയേക്കുന്നത് ഏറ്റവും വലിയ ബ്ലെസ്സിങ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ സാറാണ്, സ്പാർക്ക് ഡേവിഡ് സാറ്. അപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് എനിക്ക് പറയാനുള്ളത്, കരാട്ടെ നിങ്ങൾ പഠിക്കാൻ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് കണ്ടിന്യൂ ചെയ്യണം. ഇതൊരു സെൽഫ് ഡിഫെൻസ്, ഫിസിക്കലി ഫിറ്റ്നസ് മാത്രമല്ല സെൽഫ് ഡിഫെൻസും കൂടിയാണ്. ആൻവിൻ ആണ്. ഞാൻ 2007 ബ്ലാക്ക് ബെൽറ്റ്, 2013 ബ്ലാക്ക് ബെൽറ്റ് എടുത്തു. ഇപ്പോൾ ബ്ലാക്ക് ബെൽറ്റ് 4th ഡാൻ ആണ്. അപ്പോൾ ഞാനിപ്പോൾ ഒരു ഫുൾ ടൈം കരാട്ടെ ഇൻസ്ട്രക്ടറാണ്. മറ്റു ജോലികളൊന്നും ചെയ്യുന്നില്ല. കരാട്ടെ സ്കൂളുകളിൽ കരാട്ടെ എടുക്കുന്ന വൈകുന്നേരങ്ങളിൽ നമ്മൾ സ്വന്തമായിട്ട് ക്ലാസ്സുകളിലിട്ട് അങ്ങനെ കരാട്ടെ ഒരു സെൽഫ് ഡിഫെൻസ് മാത്രമല്ല ഒരു ജീവനോപാധിയായിട്ടും കൂടി എനിക്കിപ്പോൾ കൊണ്ടുപോകാൻ പറ്റി. സെൻസായി ഒരു റോൾ മോഡലായിട്ട് കണ്ടുകൊണ്ടാണ് എനിക്കത് സാധിച്ചത്.
കരാട്ടെ സെൽഫ് ഡിഫെൻസ് മാത്രമല്ല, നമുക്കിപ്പോ ജീവിക്കാനുള്ള ഒരു മാർഗം കൂടിയാണ്. ഒരുപാട് കുട്ടികൾക്ക് ക്ലാസ്സുകൾ ഇട്ട് കൊടുക്കാം. അവര് നമ്മളൊരു ഇൻസ്ട്രക്ടർ എന്നുള്ള രീതിയിലുള്ള ഒരു ഇതുകൂടി നമുക്ക് കിട്ടുന്നുണ്ട്. എൻ്റെ പേര് അഞ്ജു. ഞാൻ 13 വർഷത്തോളമായി ഇപ്പൊ കരാട്ട പഠിക്കാൻ തുടങ്ങിയിട്ട്. ഞാനൊരു ടീച്ചറാണ്, മാർഷൽ ആർട്സിൻ്റെ തന്നെ ടീച്ചറാണ്. പിന്നെ ഞാനിപ്പോൾ എൻ്റെ ജേണി എന്ന് പറയുന്നത്, ഇപ്പം എൻ്റെ ഫസ്റ്റ് സെൻസായി എന്ന് പറയുന്നത് അജിത് സെൻസായി ആണ്. അജിത് സുകുമാരൻ, പോലീസാണ് പുള്ളി. അത് കഴിഞ്ഞിട്ട് ആൻവിൻ പീറ്റർ എന്ന് പറഞ്ഞ സെൻസായി പഠിച്ച്, അത് കഴിഞ്ഞതിന് ശേഷമാണ് ഞാനിപ്പോൾ 10 വർഷത്തോളം സെൻസായി സ്പാർക്ക് ഡേവിഡ് സെൻസായി 49 years ഓളം ഇപ്പോൾ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. 45 years ഓളം പുള്ളി തന്നെയാണ് ഞങ്ങളുടെ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. കുറേ മോട്ടിവേഷനും സ്ട്രെങ്ത്തും മാനേഴ്സും ഡിസിപ്ലിനും കുറേ ഉപരി എല്ലാ കാര്യങ്ങളും സെൻസായി ഞങ്ങളെ കീപ്പ് ചെയ്ത് ഒരു ടൂർണമെന്റ് നടക്കുമ്പോൾ പോലും സെൻസായി അതിനു വേണ്ടി പ്രാക്ടീസ് ചെയ്യിക്കലും ഞങ്ങൾ ഇറങ്ങി ഞങ്ങൾക്ക് കപ്പടിക്കുമ്പോൾ ആ ഒരു മോട്ടിവേഷൻ അത് തന്നെയാണ് ഇത്രയും നാൾ കണ്ടിന്യൂ ചെയ്യാൻ കൊണ്ടുപോകുന്നത്. അത് തന്നെയാണ് ബോഡി മാനേഴ്സിൻ്റെയും ഒരു സ്ട്രെങ്ത്. എൻ്റെ പേര് വിഘ്നേഷ് കൃഷ്ണ. ഞാൻ ഇവിടെ വന്നിട്ട് 14 വർഷമായി. അപ്പോൾ ഒരു ഡോക്ടർ പറഞ്ഞിട്ട് ഞാൻ വന്നത്, കാരണം ചെറുപ്പത്തിൽ എനിക്ക് ഹൈപ്പർ ആക്റ്റീവ് ഉണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞിട്ട് അമ്മ പറഞ്ഞാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത്. അപ്പോൾ അന്ന് എനിക്ക് 3 വയസ്സ് എന്തോ ഉണ്ടായിരുന്നുള്ളൂ ടെസ്റ്റ്. വന്നതിന് ശേഷമാണ് ഞാനിപ്പോൾ സാറ് കാരണം ഡിസിപ്ലിനായി കുറച്ച് മെച്യൂരിറ്റിക്ക് വന്നു പോയി. അപ്പോൾ സെൻസായി പറയാറുണ്ട് എപ്പോഴും, ഡിസിപ്ലിൻ ഇല്ലെങ്കിൽ ജീവിതത്തിലൊരു ഉന്നതയിലും എത്തൂലെന്ന്. അപ്പോൾ പുള്ളിക്കാരനും കാരണം ഞാനിപ്പോൾ ഇങ്ങനെ നിൽക്കുന്നു. ഞാനിപ്പോൾ +1 ടാലൻറ്റ് പഠിക്കുന്നു. സ്പാർക്കിൻ്റെ സ്റ്റുഡൻസിനെ ഞാൻ കണ്ടിട്ട് ചെറുതായിട്ട് ഇൻ്റർവ്യൂ ചെയ്തായിരുന്നു. എല്ലാവരും ഭയങ്കര മാസ്റ്റർ അടിപൊളിയാണ്, മാസ്റ്റർ ഈ പ്രായത്തിലും ഭയങ്കര എനർജിയാണ്, ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് മോട്ടിവേഷൻ തന്നെ ആളാണ്, നല്ല അഭിപ്രായമാണ് പറഞ്ഞാൽ. അപ്പോൾ സ്പാർക്ക് ഇത്ര നാളായിട്ട് ഇത് പഠിപ്പിക്കുന്നതുകൊണ്ട് സ്പാർക്കിന് എന്തെങ്കിലും മെസ്സേജ് പറയാനുണ്ടോ? മനുഷ്യൻ്റെ മാനസികമായും കായികമായും വളർച്ചയ്ക്ക് കായിക കല പഠിക്കുക എന്നതാണ്. കായിക കല പഠിക്കുന്നതോടൊപ്പം തന്നെ നമുക്ക് നല്ല സ്വഭാവ രൂപീകരണവും നല്ല ആരോഗ്യവും സ്വയരക്ഷയ്ക്കുള്ള നല്ല അടവുകളും ഇതിൽ നിന്ന് കിട്ടുന്നതാണ്. ഇപ്പോൾ യൂത്തിൻ്റെ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ മദ്യത്തിനും മയക്കുമരുന്നിനും അടിപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിനകത്ത് വളരെ ചെറുപ്പത്തിൽ തന്നെ കുട്ടികളെ ഇങ്ങനെയുള്ള മാർഷൽ ആർട്ടുകൾ പഠിപ്പിക്കുകയാണെങ്കിൽ കുട്ടികൾ നല്ല രീതിയിലോട്ട് പോകും. കുഴപ്പങ്ങൾ നിറഞ്ഞ ഇന്നത്തെ ഈ ലോകത്ത് ആൺ പെൺ വ്യത്യാസമില്ലാതെ പഠിക്കേണ്ട ഒന്നാണ് ഈ കായിക കല, പ്രത്യേകിച്ച് കരാത്തെ. കരാത്തെ നമുക്ക് വളരെ എളുപ്പത്തിൽ പഠിക്കാവുന്ന ഒന്നാണ്, മറ്റുള്ള മാർഷൽ ആർട്ടുകൾ പോലെയല്ല. എത്ര വർഷം പിടിക്കും ഇത് ഒരു ബ്ലാക്ക് ബെൽറ്റ് എടുക്കാനാണെങ്കിൽ കുറഞ്ഞത് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ 4 വർഷമെങ്കിലും കുറഞ്ഞത് വരും. 4 വർഷം പോരാ. ഞാൻ 8 വർഷം കഴിഞ്ഞിട്ടാണ് ബ്ലാക്ക് ബെൽറ്റ് എടുക്കുന്നത്. ഞാനിപ്പോൾ കരാത്തെ പഠിക്കാൻ തുടങ്ങിയിട്ടും പഠിപ്പിക്കാൻ തുടങ്ങിയിട്ടും 49 വർഷത്തോളമായി. അപ്പോൾ എൻ്റെ അനുഭവം വെച്ച് പറയുകയാണെങ്കിൽ എനിക്ക് പഠിക്കാൻ ചേരുമ്പോൾ എനിക്ക് ആസ്മയുടെ അസുഖം ഉണ്ടായിരുന്നു, ഇസ്നോഫീലിയ എന്നാണ്. അപ്പം ഞാനത് ചേർന്ന് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ഇത് പഠിക്കാൻ പറ്റുമോ എന്നുള്ളൊരു സംശയം ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ഇന്നേ വരെ പിന്നെ അത് വന്നിട്ടില്ല. അത് കരാത്തെ പഠിക്കുന്നതിൻ്റെ പേരിലായിരിക്കും. കാരണം ഇതിനകത്ത് ബ്രീത്തിങ് എക്സസൈസ് ആണ്, വളരെ നന്നായിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ബ്രീത്ത് ചെയ്യും. അതുകൊണ്ടാണെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഇത്രയും ഏജായെങ്കിലും വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഡെയിലി പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. പ്രാക്ടീസ് ചെയ്യാതിരിക്കാൻ എനിക്ക് പറ്റില്ല. കാരണം വെച്ചാൽ എനിക്ക് മുടക്കില്ല. ക്ലാസ് എടുക്കണമല്ലോ. എനിക്ക് കുട്ടികൾക്ക് പ്രാക്ടീസ് കൊടുത്തേ പറ്റുള്ളൂ. അപ്പം എല്ലാ ദിവസവും ക്ലാസ്സുകളുണ്ട്. ഒരു ദിവസം തന്നെ ഒരു ക്ലാസ്സല്ല. ഇപ്പോൾ തന്നെ ഇവിടുത്തെ ക്ലാസ് കഴിഞ്ഞല്ലോ. ഇനിയിപ്പോൾ എനിക്കൊരു 10:30 മണിക്ക് വേറെ സ്ഥലത്ത് ക്ലാസ് ഉണ്ട്. ഇത് കഴിഞ്ഞ് വൈകുന്നേരം ക്ലാസ്സാണ്. പിന്നെ അതുപോലെ എനിക്ക് സ്റ്റേറ്റ് ചാർജ് ഉണ്ട്, സ്റ്റേറ്റ് ചീഫ് ഇൻസ്ട്രക്ടറാണ്. അപ്പോൾ ഓരോ സ്ഥലങ്ങളിലേക്ക് എനിക്ക് പോകേണ്ടിയിട്ട് വരും. സ്റ്റേറ്റ് പ്രസിഡൻറ്റുമാണ് കരാട്ടർ, ഞങ്ങളുടെ സ്റ്റൈലിൻ്റെ പ്രസിഡൻറ്റും കൂടിയാണ്. അതുപോലെ എൻ്റെ ഒത്തിരി കുട്ടികൾ ഇൻസ്ട്രക്ടേഴ്സായിട്ടുണ്ട്, അവരെയൊക്കെ സഹായിക്കാനും പോകും. അപ്പോൾ എനിക്ക് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഫുൾ ടൈം ഇത് തന്നെയാണ്, വീട്ടിലുണ്ടാകാറില്ല. പിന്നെ 10 സ്കൂളുകളിൽ ഞാൻ ക്ലാസ് എടുക്കുന്നുണ്ട്.
അപ്പോൾ എനിക്ക് അത് എവിടെയൊക്കെ ആയിട്ട് വരും? അത് ഇപ്പോൾ ഞാൻ അടുത്താണോ അല്ലെങ്കിൽ ഒരുപാട് ഇവിടെ എറണാകുളം ഡിസ്ട്രിക്റ്റിലാണ് ഇപ്പോൾ എടുക്കുന്നത്. കളമശ്ശേരി രാജഗിരി സ്കൂളുണ്ട്, കാക്കനാട് മാർത്തോമ ഇടച്ചിറ മാർത്തോമ സ്കൂളുണ്ട്, എറണാകുളം ചാത്തിയാത്ത LMCCയിലുണ്ട്, പൊന്നൂരിന്ന് CKSയിലുണ്ട്, വൈപ്പിൻ ലേഡി ഓഫ് ഹോപ്പിലുണ്ട്, ഇവിടെ പെരുമ്പള്ളി RCC സ്കൂളിലുണ്ട്, പെരുമ്പള്ളി മറല്ലോയിലുണ്ട്. അങ്ങനെ ഒരുപാട് സ്കൂളുകളിലായിട്ട് ഞാൻ ക്ലാസ് എടുക്കുന്നു. കുട്ടികളെ ഒത്തിരി പഠിപ്പിക്കാൻ പറ്റുന്നതിൻ്റെ പേരിൽ ഞാനും ഹാപ്പിയാണ്. നമുക്കൊരു എനിക്കൊരു കുട്ടികളെ കൂടി ഇണങ്ങുമ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത തന്നെയാണത്. കുറച്ചുകൂടി യങ്ങായിട്ട് കുറച്ചുകൂടി യങ്ങാവുന്നത് അതുകൊണ്ട് തന്നെ ആയിരിക്കുള്ളൂ. അപ്പം അങ്ങനെ ഞാൻ ഹാപ്പിയാണ്. കാരണം ഒത്തിരി പേരെ നമുക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ നല്ല മാർഗത്തിലൂടെ വിടാനും സാധിക്കുന്നുണ്ട്. നമ്മൾ എന്താണോ ചെറുപ്പം പോലെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണമെന്ന് വെച്ചാൽ നമ്മളത് എത്ര പ്രായമായാലും നമുക്കതിനൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല, അത് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് സ്പാർക്കിന് പ്രായം ഉണ്ടായിട്ട് പോലും ചെയ്യാൻ പറ്റുന്നത്, പ്രായം തോന്നിക്കാതെ ചുറിയുറുക്കൂടെ നമുക്കത് ചെയ്യാൻ പറ്റുന്നത് തന്നെ ഭയങ്കര ഒരു സംഭവമാണ്. ശരി തന്നെ എനിക്കും തോന്നാറുണ്ടത്. ഇപ്പം പിള്ളേരും എല്ലാം പറഞ്ഞതാണ്, ഞങ്ങൾ ടയർഡായാലും മാസ്റ്റർ ടയർഡാവില്ല. മാസ്റ്റർ ഇങ്ങനെ ഭയങ്കര ഹെൽത്തി ആയിട്ടിരിക്കുന്നുണ്ട്, മാസ്റ്റർ ഇങ്ങനെ ബോഡിയൊക്കെ വളരെ നോക്കുന്നുണ്ട്. ആ രീതിയിൽ പ്രാക്ടീസൊക്കെ ചെയ്യുന്നതുകൊണ്ടിട്ട് മാസ്റ്റർ എപ്പോഴും ഒരു ചെറുപ്പക്കാരായിട്ടാണ് നിൽക്കണം. അപ്പോൾ മാസ്റ്റർ അവർ ആരാധിക്കണേണ്. കാരണം മാസ്റ്റർ ഇങ്ങനെ നിൽക്കുമ്പോൾ ഇപ്പം 1-2 പേര് 48-50 വയസ്സുള്ള ആൾക്കാർ ഞാൻ അവരൊരു 35 വയസ്സൊക്കെയാണ് ഞാൻ പ്രതീക്ഷിച്ചത്. അപ്പോൾ ഈ സാധനം ചെയ്യുന്നതുകൊണ്ടിട്ട് നമുക്ക് പ്രായമൊക്കെ മാറ്റി നിർത്താം, നമുക്കൊരു ചുറുചുറുക്കോടെ ഒരു യൗവനം നിലനിർത്താമെന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. എന്തായാലും അപ്പോൾ എനിക്ക് എന്തായാലും സ്പാർക്കിന് ഇൻ്റർവ്യൂ ചെയ്യാൻ പറ്റിയൊരു വളരെയധികം സന്തോഷം. ഓക്കെ, നമുക്ക് ഇങ്ങനെ ഒരു അവസരം തന്നതിൽ വളരെ വളരെ സന്തോഷമുണ്ട്. ഓക്കെ താങ്ക് യു. അടുത്ത വീഡിയോയിൽ ഞങ്ങളെ കൂടി ജോയിൻ ചെയ്യുന്നത് ബുള്ളറ്റ് ബെന്നി എന്നറിയപ്പെടുന്ന ബെൻഹറാണ്. നിങ്ങളുടെ കയ്യിൽ പഴയ റോയൽ എൻഫീൽഡ് ഉണ്ടെങ്കിൽ ഈ സീരീസിൽ നിങ്ങൾക്കും ചേരാവുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ഗുഡ് ബൈ.